ലാസ്റ്റ് യൂണിറ്റ് ഹോം ആൻഡ് നെസ്റ്റ് ആണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. ഹോം എന്ന് പറഞ്ഞാൽ വീട്, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്. അറിയാലോ എന്തിനാണ് നമ്മൾ വീട് വെക്കുന്നത്? ഫോർ സേഫ് ലിവിങ് അല്ലേ, സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ആണല്ലേ ബിൽഡ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലത്തെ വീടുകളാണോ? അല്ല. അതായത് ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഓരോ ഏരിയാസിലുള്ള ക്ലൈമറ്റിനനുസരിച്ചൊക്കെയാണ് നമ്മൾ വീട് വെക്കുക. അതുപോലെ തന്നെയാണ് കേട്ടോ നെസ്റ്റ്, കൂടുകൾ. ഈ കുരുവികളും ജീവികളൊക്കെ കൂട്ടുന്ന കൂടുകളും അതുപോലെ തന്നെയാണ്. എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ അതിന്റെ ഷേപ്പും സൈസും ഒക്കെ വ്യത്യാസമാണ് ആണല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കേട്ടോ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം കേട്ടോ. ദ വീവർ ബേർഡ് മെയ്ഡ്സ് ഹാഡ് എ വിഷ്. വീവർ ബേർഡ് എന്ന് പറഞ്ഞാൽ ആറ്റക്കുരുവി അല്ലെങ്കിൽ തുന്നാരംകുരുവി, തൂക്കനാംകുരുവി എന്നൊക്കെ പറയാം കേട്ടോ. അവർക്കൊരു ആഗ്രഹം. ദി വാണ്ടഡ് ടു ബിൽഡ് എ നെസ്റ്റ് ബിഫോർ ദ റെയിനി സീസൺ. മഴക്കാലം വരുന്നതിന് മുൻപേ ഒരു കൂടുണ്ടാക്കണം. ദ ബേർഡ്സ് ക്ലെയിംഡ് എ ട്രീ branch. The male weaver bird started building the nest. മരക്കൊമ്പ് കണ്ടെത്തി ആൺകുരുവി കൂടുണ്ടാക്കാൻ തുടങ്ങി. A beautiful nest was made within days using fibers pecked from paddy and coconut leaves. അതായത് നെൽച്ചെടികളിൽ നിന്നും അതുപോലെ തന്നെ തെങ്ങോലകളിൽ നിന്നും കൊത്തിയെടുത്ത നാരുകൾ കൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായ ഒരു കൂടുണ്ടാക്കി. Then the female laid eggs and they waited for the little ones to come out. എന്താണ്, പെൺകുരുവി അതിൽ മുട്ടയിട്ടു. കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് വരെ അവര് കാത്തിരുന്നു. The eggs hatched and the baby birds came out. എന്താണ്, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. Days passed, the baby birds were ready to fly. ദിവസങ്ങൾ കടന്നു പോയി, കുഞ്ഞുങ്ങള് പറക്കാൻ പാകമായി. Weaver birds and their young ones flew far away. എന്താണ്, കുരുവിയും കുഞ്ഞുങ്ങളും ദൂരേക്ക് പറന്നുപോയി. ഹാവ് യു സീൻ ദ നെസ്റ്റ് ഓഫ് എ വീവർ ബേർഡ്? നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. വിച്ച് ഓൾ ബേർഡ്സ് നെസ്റ്റ് ഹാവ് യു സീൻ? ഏതെല്ലാം പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ നെസ്റ്റ് ഓഫ് ഓൾ ബേർഡ്സ് ദ സെയിം. എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അല്ലല്ലോ, നോ അല്ലേ. ഹൗ ആർ ദേ ഡിഫറെന്റ്? എങ്ങനെയാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ദേ ആർ ഡിഫർ ഇൻ ഷേപ്പ്, സൈസ് ആൻഡ് ദ മെറ്റീരിയൽസ് യൂസ് ഫോർ മേക്കിംഗ് നെസ്റ്റ്. അല്ലേ, എല്ലാവരുടെയും കൂട് ഒരുപോലെയാണോ? വ്യത്യാസമാണ് അല്ലേ. സൈസിൽ വ്യത്യാസമുണ്ട് അല്ലെ, വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, ഷേപ്പ് ആകൃതിയിൽ വ്യത്യാസമുണ്ട്. പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുകൾ നോക്കുക കേട്ടോ, എല്ലാം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിലും വ്യത്യാസമുണ്ട് അല്ലേ. ഇനി എന്താ ചോദിച്ചിരിക്കാൻ നോക്കൂ. വേർ ഡസ് ദ ലാപ്വിംഗ് ബേർഡ് ലേ എഗ്സ്? ലാപ്വിംഗ് ബേർഡ് എന്ന് പറഞ്ഞാൽ തിത്തിരി പക്ഷി കേട്ടോ. അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവരെവിടെയാണ് മുട്ടയിടുന്നത് എന്നാണ്. അവർ യൂഷ്വലി ലേ എഗ്സ് ഇൻ ഓപ്പൺ ഏരിയാസിലാണ് കേട്ടോ. അതായത് തുറസായ സ്ഥലങ്ങളിലാണ് അവർ മുട്ടയിടുക. അതായത് ഇൻ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഓർ അതർ ഫ്ലാറ്റ് സർഫേസസ്, നിരപ്പായ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ലാപ്വിംഗ് ബേർഡ്സ് മുട്ടയിടുക കേട്ടോ. ദർ ആർ മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീസ്, ഷ്രബ്സ്, ഹോളോസ് ഇൻ ട്രീ ട്രങ്ക്സ് ആൻഡ് സോയിൽ. മരങ്ങളിലും കുറ്റിച്ചെടികളിലും മരപ്പൊത്തുകളിലും മണ്ണിലുമെല്ലാം കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കൂടുണ്ടാക്കുന്നത്? സ്ഥിരമായിട്ട് പക്ഷികൾ കൂടുതൽ താമസിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ലേയിങ് എഗ്സ്. മുട്ടയിടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടു കീപ് ദയർ എഗ്സ് ആൻഡ് ചിക്സ് സേഫ്. അവരെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി വെക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. ഡു ഓൾ ദ ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കറിയാലേ, കുയിൽ കൂടുണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു കുയിലുകൾ എങ്ങനെയാ കാക്കയുടെ കൂട്ടിൽ പോയിട്ടാ മുട്ടയിടുക അല്ലേ. അപ്പൊ ഇല്ലല്ലോ, എല്ലാ ബേർഡ്സും ഒന്നും നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നില്ല. നോ, നോട്ട് ഓൾ ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്. സം ലേ എഗ്സ് ഓൺ ദ ഗ്രൗണ്ട്, ഇൻ ട്രീ ഹോൾസ് ഓർ ഈവൻ ഇൻ അതർ ബേർഡ്സ് നെസ്റ്റ്. അതായത് ചില ബേർഡ്സ് ഗ്രൗണ്ടിൽ മുട്ടയിടുന്നതുണ്ട് അല്ലേ, മുട്ടയിടുന്നവരുണ്ട്. നമ്മൾ കണ്ടില്ലേ, ലാപ്വിംഗ് ബേർഡ്സ് കണ്ടല്ലോ. ചിലർ ട്രീ ഹോൾസിലുണ്ട്. അതുപോലെ തന്നെ വേറെ പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുന്നവരും ഉണ്ട്. ഒബ്സർവ് ദ ബേർഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. വേർ ഡു ദേ ബിൽഡ് നെസ്റ്റ്? അതായത് നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളെ നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് അവ കൂടുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീസ് ആൻഡ് ദ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട്. ഫൈൻഡ് ഔട്ട് ദ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീസ് ആൻഡ് ദ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട്. അതായത് മരത്തിൽ കൂടുണ്ടാക്കുന്നവയും അല്ലാത്തവയെയും കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്കറിയാം മരത്തിൽ കൂടുണ്ടാക്കുന്ന ബേർഡ്സ് ഏതൊക്കെയാണ്? ക്രോ, പാരറ്റ്, വീവർ ബേർഡ്, വുഡ് പെക്കർ, പീജിയൻ, ഡോവ്, ഈഗിള്, ഇതൊക്കെ എഴുതാം കേട്ടോ. ഇനി മരത്തിൽ കൂടുണ്ടാക്കാത്തവ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാം? ലാപ്വിംഗ് ബേർഡ്, കുക്കു, ദെൻ ഓസ്ട്രിച്ച്, ഈ കിവി, എമു എന്നൊക്കെ പറയാം. എക്സാമ്പിൾ ആയിട്ട് സം ബേർഡ്സ് ഡു നോട്ട് ബിൽഡ് നെസ്റ്റ് ബട്ട് ലേ ദെയർ എഗ്സ് ഇൻ ദ നെസ്റ്റ് ഓഫ് അതർ ബേർഡ്സ്. നമ്മൾ പറഞ്ഞല്ലോ, ചില ബേർഡ്സ് എന്താണ് കൂടുകൾ ഉണ്ടാക്കില്ല, മറ്റുള്ള ബേർഡ്സിന്റെ കൂടുകളിലാണ് മുട്ടയിടുക. ദ കുക്കു ലേയിങ് ഇറ്റ്സ് എഗ്സ്
in the crow's nest is an example for the dependence on other birds. മുട്ടയിടുന്നതിന് വേണ്ടി മറ്റു പക്ഷികളെ ആശ്രയിക്കുന്നതിന് എക്സാമ്പിൾ ആണ് കുക്കു, അതായത് കുയിൽ കേട്ടോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡു ഓൺലി ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്, അതായത് പക്ഷികൾ മാത്രമാണോ കൂടുണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ. അല്ല, പക്ഷികൾ മാത്രമല്ല, ചില ജീവികളും കൂടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. നോ, നോട്ട് ഓൺലി ബേർഡ്സ് ബട്ട് അതർ ക്രീച്ചേഴ്സ് ആൾസോ ബിൽഡ് നെസ്റ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രം നോക്കി നോക്കൂ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആന്തിൽ. ഇതെന്താണ്? അത് ഉറുമ്പിന്റെ കൂടാണ് കേട്ടോ. അപ്പോൾ ഉറുമ്പുകളും കൂടുണ്ടാക്കുകയാണ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ആൻസ് ബിൽഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെസ്റ്റ്. എന്താണ്? ഉറുമ്പുകൾ പലതരം കൂടുകൾ ആണ് ഉണ്ടാക്കുന്നത്. ദേ ബിൽഡ് നെസ്റ്റ് നോട്ട് ഓൺലി ഇൻ ദ സോയിൽ ബട്ട് ആൾസോ ബൈ ജോയിനിങ് ലീവ്സ് ടുഗദർ ആൻഡ് ബൈ ഡ്രില്ലിംഗ് വുഡ്. ഉറുമ്പുകൾ മണ്ണിൽ മാത്രമല്ല, അതുപോലെ തന്നെ എന്താണ്, ഇലകൾ ഒട്ടിച്ചു വെച്ചിട്ട് കേട്ടോ, ജോയിൻ ചെയ്തിട്ട് കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തടികളൊക്കെ ഇല്ലേ, അത് തുളച്ചിട്ടും കൂടുണ്ടാക്കും. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻസ് നെസ്റ്റ്. ഉറുമ്പുകളുടെ കൂടിന്റെ ചിത്രങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കണ്ടോ? ഫസ്റ്റ് കണ്ടോ സോയിലിൽ ഉണ്ടാക്കിയ കൂട് കണ്ടില്ലേ? അടുത്തത് കണ്ടോ ലീവ്സ് എല്ലാം ജോയിനിങ് ചെയ്തിട്ടുണ്ടാക്കിയ കൂടാണ്. അടുത്തത് വുഡ് ഡ്രിൽ ചെയ്തിട്ട് ഉണ്ടാക്കിയ കൂടാണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് അതർ ക്രീച്ചേഴ്സ് അറൌണ്ട് യു ബിൽഡ് നെസ്റ്റ്? നിങ്ങളുടെ ചുറ്റുപാടും വേറെ ഏതൊക്കെ ജീവികളാണ് കൂടുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് നമുക്കറിയാം, ഇതിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ടെർമൈറ്റ്, ചിതലിന്റെ പുറ്റാണ് കേട്ടോ. അടുത്തത് നമുക്കറിയാലോ, ഏതാത് ഹണി ബീയുടെ ആണ് അല്ലേ, അതായത് ബീ ഹൈവ് ആണ് കേട്ടോ. ഹണി ബീയുടെ കൂടിനെ നമ്മൾ പറയാ തേനീച്ച കൂടിന് ഹൈവ് എന്നാണ് പറയാ. ഡു ദേ യൂസ് ദ സെയിം മെറ്റീരിയൽസ് ടു ബിൽഡ് നെസ്റ്റ്? അവയെല്ലാം ഒരേ വസ്തുക്കളാണോ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്, കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രീച്ചർ എന്നും മെറ്റീരിയൽസ് യൂസ് ഫോർ ബിൽഡിംഗ് നെസ്റ്റ് എന്നും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? ടെർമൈറ്റ് ആണ്. ടെർമൈറ്റ് എന്ന് പറഞ്ഞാൽ ചിതല് നമ്മൾ കണ്ടല്ലോ, എന്താണ്? സോയിലാണ് യൂസ് ചെയ്യുക അല്ലെ, മണ്ണാണ്. അടുത്തത് വാസ്പ് ആണ് കേട്ടോ. വാസ്പ് എന്ന് പറഞ്ഞാൽ കടന്നല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ വാസ്പ് എങ്ങനെയാ, എന്ത് വെച്ചിട്ടാണ്? പൾപ്പ്, സലൈവ, സോയിലാണ് കേട്ടോ. സലൈവ എന്ന് പറഞ്ഞാൽ ഉമിനീര്, മണ്ണും അതിന്റെ ഉമിനീരൊക്കെ വെച്ചിട്ടാണ് അവര് കൂടുണ്ടാക്കുന്നത്. നമുക്കിനി ക്രോ എഴുതാം അല്ലേ, കാക്കയുടെ എഴുതാം. കാക്ക എന്തൊക്കെയാ ഉപയോഗിക്കുക കൂടുണ്ടാക്കാനായിട്ട്? ചുള്ളിക്കമ്പുകൾ ഉപയോഗിക്കും അല്ലേ, ട്വിഗ്സ്, സ്മോൾ സ്റ്റിക്സ്, അതുപോലെ തന്നെ ഗ്രാസ്, ലീവ്സ്, ഫൈബർ, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ്, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൂടുണ്ടാക്കുക. അടുത്തത് നമുക്ക് റാബിറ്റിന്റെ എഴുതാം. റാബിറ്റ് എന്തൊക്കെയാ യൂസ് ചെയ്യുക? ഗ്രാസ്, ലീവ്സ്, ട്വിഗ്സ്, സ്മോൾ സ്റ്റിക്സ്, ഹേ, ഫൈബേഴ്സ്. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലകള്, ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, ചുള്ളിക്കമ്പുകള്, പിന്നെ ഹേ എന്ന് പറഞ്ഞാൽ വയക്കോല് കേട്ടോ. വീവർ ബേർഡ് എഴുതാം. വീവർ ബേർഡ് ഗ്രാസ്, ലീവ്സ്, ട്വിഗ്സ്, സ്മോൾ സ്റ്റിക്സ്, ഫൈബർ, മഡ്, ഇതൊക്കെ വെച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്. ദെൻ റാറ്റ്, ഗ്രാസ്, ലീവ്സ്, പേപ്പർ, ക്ലോത്ത്, ട്വിഗ്സ്, സ്റ്റിക്സ്, വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടൊക്കെയാണ് റാറ്റ് കൂടുണ്ടാക്കുന്നത്. ആൻഡ് നമുക്ക് എഴുതാം. ആൻഡ്, ലീവ്സ്, സോയില്, വുഡ്, ഇതൊക്കെ വെച്ചിട്ടാണ് കൂടുണ്ടാക്കുക. ഹണി ബി എന്താണ്? ബീസ് വാക്സ് കേട്ടോ. എന്താണ്? അതിന്റെ മെഴുകു കൊണ്ടാണ് കേട്ടോ കൂടുണ്ടാക്കുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ നമുക്ക് എന്താണ് കുറെ നെസ്റ്റിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, കൂടുകളുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതെന്താണ് ഓരോരുത്തരും നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് മാച്ച് ചെയ്യാനാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ക്രോ ആണ്. ക്രോന്റെ നെസ്റ്റ് ഏതാണ്? ഇതല്ലേ ലാസ്റ്റ് വണ്, മാച്ച് ചെയ്യുക. ആൻഡ്, ഉറുമ്പിന്റെ മണ്ണിൽ ഉണ്ടാക്കുന്ന കൂട് അല്ലേ, മാച്ച് ചെയ്യുക. ഹണി ബി ഏതാണ്? ഇതല്ലേ, മാച്ച് ചെയ്യുക. ദെൻ പോട്ടർ വാസ്പ് ആണ്. പോട്ടർ വാസ്പ് എന്ന് പറഞ്ഞാൽ വേട്ടാളൻ കേട്ടോ, മാച്ച് ചെയ്യുക കേട്ടോ. ഇത്രയും നേരം നമ്മൾ നെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് ഹൗസസിനെ കുറിച്ച് പറയാം കേട്ടോ. അവർ ഹൗസസ്, നമ്മുടെ വീടുകൾ. വൈ ഡു വി ബിൽഡ് ഹൗസസ്? എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഫോർ എ സേഫ് ലിവിങ് അല്ലേ, സുരക്ഷിതമായി താമസിക്കാൻ വേണ്ടിയാണ് അല്ലേ. അതുപോലെ തന്നെ ഫോർ കീപ്പിംഗ് us away ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ്, അത് മഴയും വെയിലും ഒന്നും കൊള്ളാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? ഫോർ കീപ്പിംഗ് us away ഫ്രം അനിമൽസ് ആൻഡ് ഡേഞ്ചേഴ്സ്, അതായത് മൃഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട്. ഫോർ ഗെറ്റിംഗ് പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട്. ദെൻ ടു കീപ് അവർ തിങ്സ്, നമ്മളുടെ സാധനങ്ങളൊക്കെ എന്താണ് സുരക്ഷിതമായി വെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. വാട്ട് ടൈപ്സ് ഓഫ് ഹൗസസ് ഡു വി മേക്ക്? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഹൗസസ്. നമ്മുടെ വീടുകൾ ഏതെല്ലാം തരത്തിലുള്ളതാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. പലതരം വീടുകളുടെ ചിത്രങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ആർ ദ മെറ്റീരിയൽസ് യൂസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഈച്ച് ഹൗസ്? ഒബ്സർവ് ദ പിക്ചേഴ്സ്
ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഓരോ വീടും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഈ ചിത്രങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ട് ചോട്ടിൽ കണ്ട ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോ ഹൗസിന്റെ പിക്ചർ നോക്കുക. ആ ഹൗസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ഭിത്തി കെട്ടാൻ വേണ്ടി യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താ നോക്കുക. മേൽക്കൂര എന്ത് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. അത് വെച്ചിട്ട് ടേബിള് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് പിക്ചർ നോക്കുക. വാള് ഏത് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ബ്രിക്ക് ആണ്, ഇഷ്ടികയാണ്. റൂഫ് എന്ന് പറയുന്നത് ഡ്രൈഡ് ഗ്രാസ് ആണ് കേട്ടോ, ഉണക്ക പുല്ലാണ്. സെക്കൻഡ് നോക്കുക, മഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ, മണ്ണ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് വാള്. റൂഫ് എങ്ങനെയാ, ഡ്രൈഡ് കോക്കനട്ട് ലീവ്സ് ആണ്, എന്താണ് ഉണക്ക തെങ്ങോലയാണ് കേട്ടോ. തേർഡ് വൺ എങ്ങനെയാണ്, വാൾ എന്ന് പറയുന്നത് ബ്രിക്ക് തന്നെയാണ്. റൂഫ് നോക്കൂ, കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഫോർത്ത് വൺ നോക്കുക, അതും ബ്രിക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിന്. ദെൻ ടൈൽസ് ആണ് കേട്ടോ, ഓടാണ് റൂഫിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഹൗസ് നോക്കുക, അതിന്റെ വാള് എന്ത് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ. വുഡാണ് അല്ലെ, മരത്തടി കൊണ്ടാണ്. ദെൻ റൂഫ് എന്ന് പറയുന്നത് മെറ്റൽ ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ദെൻ സിക്സ്ത് വൺ നോക്കുക, സ്റ്റോൺ വെച്ചിട്ടാണ് വാള് ബിൽഡ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കൂ, റൂഫ് ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അനലൈസ് ദ ടേബിൾ ആൻഡ് നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പട്ടിക നോക്കിയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാ അതെന്ന് മനസ്സിലായത്? ഫ്രം ദ ടേബിൾ വി കെയിം ടു നോ ദാറ്റ് ഈച്ച് ഹൗസ് യൂസസ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ഫോർ വാൾസ് ആൻഡ് റൂഫ്. ഈ ടേബിളിൽ നമുക്ക് മനസ്സിലായത് അതല്ലേ, ഭിത്തിക്കും അതുപോലെ തന്നെ എന്താണ് മേൽക്കൂരയ്ക്കും വേണ്ടി വിവിധ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. Why are different materials used to build a house? അതായത് വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. Different materials are used for building houses according to the climate and availability. അതായത് കാലാവസ്ഥയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. Many jobs. The different jobs associated with construction of houses are indicated in the pictures. What are they? Write them down. അതായത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളാണ് കേട്ടോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് ഏതെല്ലാം എന്ന് കണ്ടെത്തിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ എന്താണ്, ചുമരുകെട്ട്, മേസൺറി വർക്ക്. അടുത്തത് എന്താണ്, മരപ്പണിയാണ് അല്ലെ, കാർപെൻട്രി. അടുത്തത് പെയിന്റിങ്. അടുത്തത് ഇലക്ട്രിക്കൽ വർക്കാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.